ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഒരു 2 മിനിറ്റിന് വീഡിയോ ഉണ്ടാവുമല്ലോ. ഈ വീഡിയോ നോക്കിയിട്ട് എനിക്ക് എൻ്റർടൈൻമെൻ്റ് ഇല്ല, എനിക്ക് വീട് പണി ആൾക്കാർക്ക് ചെയ്യുന്നവർക്ക് ഒരു ലാഭം കിട്ടും, ലോസ് ആവില്ല. ഒരു 10-15 റുപ്യ ലാഭം ഉണ്ടാവും. അതുപോലത്തെ ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഈ അടിയത്ത് ഫ്ലോറുണ്ടല്ലേ, അടിയത്ത് ഫ്ലോറ് ഇത് ലെവലില്ല, ആദ്യം ചെയ്ത് കോൺക്രീറ്റ് ലെവലില്ല. അപ്പോൾ ഞാൻ മാർബിളിന് പണിക്കാരാണ്. ഇതിൽ ഇത്ര മാറ്റുണ്ട്, ഇത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ ഈ വീഡിയോ നോക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. വാ, ഇവിടെ കാണുന്നുണ്ടോ, ഇത് 4 ഇഞ്ച് അംസാൻ്റെ പറഞ്ഞുണ്ട്. മറ്റേ റൂമിൽ എത്ര പറഞ്ഞുണ്ട് ഞാൻ കാട്ടിത്തരാം. ഈ റൂമില് 1 ഇഞ്ച് മെറ്റീരിയൽ പറയുന്നുണ്ട്, 1 ഇഞ്ച്. അപ്പോൾ ഇതിൽ മാർബിൾ ഒട്ടിക്കണമെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് 2 ഇഞ്ച് ആയാലും മാക്സിമം മതി. ഈ വീട്ടിലെ 4 ഇഞ്ച് 5 ഇഞ്ച് പറയുന്നുണ്ട്. ഇത് കോൺക്രീറ്റിന് ഹൈറ്റാണ്. ഈ കോൺക്രീറ്റ് ലെവലില്ല, അതുകൊണ്ട് കോൺക്രീറ്റ് ലെവലില്ലാത്ത എന്താ അറിയോ, ഇത് ലെവലാക്കണമെങ്കിൽ ഒരു 10 ചാക്ക് സിമെന്റും പിന്നെ 1 ലോഡ് അംസാൻ്റെ പോകും, പിന്നെ പണിക്കാരന് കൂലി കൂടുതൽ പോകും. അപ്പോൾ ഇത് മൊത്തം നോക്കണമെങ്കിൽ ഒരു 10-15 റുപ്യ ചിലവ് വരും. ഇതിന് ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സമയം അത്ര ചിലവാകില്ല. ഈ കോൺക്രീറ്റ് ചെയ്യാൻ സമയം ആകെ ഒരു 2000 റുപ്യ മാറ്റി വരുവുള്ളൂ. നല്ല കോൺക്രീറ്റ് വൃത്തിയായിട്ട് ചെയ്യാനും പറ്റും. ഈ കോൺക്രീറ്റ് ചെയ്യാൻ സമയം ഒന്ന് ശ്രദ്ധിക്കണം. അടിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ഈ റൂം മാത്രം ഹൈറ്റാണ്, ഒരു റൂം മാത്രം ഹൈറ്റാണ്. ഈ റൂം ഹൈറ്റ് കുറക്കാനും പറ്റും. എന്താ പറയുക, ഇതിന് കോൺക്രീറ്റ് ഒഴിവാക്കാനും പറ്റും, കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഹൈറ്റ് ഒരു ഏകദേശം ലെവലാവും. ഇത് കുറുക്കൻ എന്താ കാരാണ് അടിയോ. ഇതിനെ ഒരു മെയിൻ ഡോറ് ഞാൻ കാട്ടിത്തരാം. മെയിൻ ഡോറ് ഇതിന് ഹൈറ്റ് കുറക്കണമെങ്കിൽ പിന്നെ മെയിൻ ഡോറ് ഒരു ഉണ്ടാവും ഇവിടെ. ഇത് മാക്സിമം ഒരു 2.5 ഇഞ്ചാണ് ഇതിന് ഫ്രെയിം. അത് അത്ര മതി, അത്ര വേണം. ഇത് കുറുക്കനെങ്കിൽ ഹൈറ്റ് കുറുക്കനെങ്കിൽ ഇതിന് ഇവിടെ അരകുമ്പോൾ കൊണ്ടുപോലത്തെ ആവും ഇത് ഹൈറ്റ് കുറുക്കനെങ്കിൽ. അതുകൊണ്ട് ഞാനിവിടെ ഹൈറ്റ് കുറിച്ചില്ല. അപ്പോൾ ഈ മാക്സിമം ഈ ഹൈറ്റിൽ വേണം. ഈ ഹൈറ്റിൽ പോകണമെങ്കിൽ ഇതിൽ നല്ല അംശം പറഞ്ഞുണ്ട്. അപ്പോൾ ഈ അടിക്ക് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സമയം ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഇത് ഹോളത്തെ ആണെങ്കിൽ ഇതില് 5 ഇഞ്ച് പറയുന്നുണ്ട്. 5 നീച്ചെ എടുക്കാം. ഇതിൽ 5 ഇഞ്ച് പറയുന്നുണ്ട്. ഇതിന് വേറെ സ്ഥലത്തില് ഇത്ര പറഞ്ഞില്ല, വേറെ സ്ഥലത്തിന് പറയുന്നുണ്ട്. ഇത് വേറെ സ്ഥലത്തിൽ പറയുന്നുണ്ട് ആകെ ഇത് 1.5 ഇഞ്ച് പറയുന്നുണ്ട് ഇവിടെ. ഇത് 1.5 ഇഞ്ച് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മാക്സിമം ഇത് ഒന്ന് ശ്രദ്ധിക്കണം. പുതിയ വീട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അവർക്ക് ചെറിയത് ലാഭം ഉണ്ടാവും. അങ്ങനെ നല്ല പണിത്തിന് ഒരു ചെറിയ ലാഭം നോക്കിയിട്ട് ചിലപ്പം 1.5 ലക്ഷം 2 ലക്ഷം റുപ്യേനെ ഒരു വീട് പണിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതിനൊന്ന് നോക്കാം. ഇതിൽ പണിക്കൂലി കൂടുതൽ പോകും, അംസാൻ്റെ സിമെന്റ് അല്ല കൂടുതൽ പോകും. ഇത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സമയം അത്ര ചിലവ് വരില്ല. അത് ഒരു 2000 റുപ്യ 3000 റുപ്യ ചിലവ് വരുള്ളൂ. ഇതിന് മെറ്റീരിയൽ സിമെന്റും സാധാരണ ആ പണിക്കാർക്ക് ആ കൂലി ഉണ്ടാവും. ലെവലാക്കാനും സെയിം കൂലിയാണ്. അപ്പോൾ ഈ വീഡിയോ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയാലും മറ്റു റൂമിൽ ഇവിടെ 1.5 ഇഞ്ച് 2 ഇഞ്ച് മെറ്റീരിയൽ കുഴപ്പമില്ല. ഈ മാർബിൾ ഒരു 5 ഇഞ്ച് മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് റിക്സ് ആണ്. ഇത് നല്ലത് സെറ്റാക്കാൻ ചാൻസ് കുറവാണ്. സെറ്റാവും, ചാൻസ് കുറവാണ്. മാക്സിമം 2 ഇഞ്ച് ഉണ്ടെങ്കിൽ അത് മതി. ഞാൻ ഒരു റൂം കൂടി കാണിച്ചതാണ്. ഈ റൂമുകളും ഒരു 3 ഇഞ്ച് പറഞ്ഞിട്ടുണ്ട്. 3 ഇഞ്ച് കുഴപ്പമില്ല. 3 ഇഞ്ച് 2.5 ഇഞ്ച് 1.5 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. അത് 3-ന് മുകളിൽ പോയാലും ഒരു പ്രശ്നമാണ്. അത് അപ്പോൾ ഈ ഒരു അടിക്ക് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ
ഇതൊന്ന് ലെവലായിട്ട് ചെയ്യണം. ഇതിൽ നല്ല മാറ്റമുണ്ട് ഈ കോൺക്രീറ്റിൽ. ഈ വീടത്ത് ഞാൻ മാർബിളിന് പണിക്കാറാണ്. ഇത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഒന്നുമില്ല. അത് ഒരു മെറ്റീരിയൽ കൂടുതൽ പോകും. ഇതിൽ അംസാൻഡും പിന്നെ വൈറ്റ് സിമെൻറ്റും സാധാ സിമെൻറ്റ് അതൊക്കെ കൂടുതൽ പോകും. ഇതിൽ ഒരു 10-15,000 റുപ്യ ചിലവാകും. ഇത് ലെവലാക്കണം. ആദ്യത്തെ ലെവലുണ്ടെങ്കിൽ ഇതിൽ എത്ര ആവില്ല. അത് മാക്സിമം ഈ സാധാ സിമെൻറ്റ് അത്ര പോകുമല്ലോ. ഇതിലിപ്പോൾ ഒരു 10 ചാക്ക് സാധാ സിമെൻറ്റ് ഏറെ പോകും, ഒരു ലോഡ് അംസാൻ്റെ ഏറെ പോകും. വൈറ്റ് സിമെൻറ്റിൽ അത് ഗ്രൗണ്ടിൽ ഒട്ടിച്ചാണ് മാർബിള്, അത് ഒരു 5 ചാക്ക് കൂടുതൽ പോകും. പിന്നെ നമ്മൾ ഒരു 4-5 കൂലി കൂടുതൽ പോകും. ഇല്ലേ, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. സെറ്റ് ഔട്ട് കുഴപ്പമില്ല, സെറ്റ് ഔട്ട് ലെവലാണ്. करो 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 चालू. നോക്കി ഈ വാട്ടർ ലെവലാണ്, ലേസർ ലൈറ്റാണ്. ഇതുപോലെ ഈ വാട്ടർ ലെവലാണ് നോക്കിയാണ്. ഇതിൽ ഒരു നൂല് വ്യത്യാസം ഉണ്ടാവില്ല. കറക്റ്റ് മെഷീനാണ്, കറക്റ്റ് ലെവലിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ കോൺക്രീറ്റ് നല്ല ഫാൾട്ട് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാം. പുതിയ വീടിൻ്റെ ആൾക്കാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം.